ഹായ് ഡിയർ ഫ്രണ്ട്സ്, വലിയ മെനക്കേടൊന്നുമില്ലാതെ ടപ്പേന്നൊരു മുരിങ്ങയില തോരൻ തയ്യാറാക്കാം. അതിനായി മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവ ചേർത്ത വെള്ളത്തിൽ നന്നായി കഴുകിയെടുത്ത മുരിങ്ങയില വെള്ളം വാർന്ന ശേഷം അടർത്തിയെടുക്കുക. ഇലയിലെ വലിയ നാരുകൾ നീക്കിയ ശേഷം അടർത്തിയെടുക്കാൻ ശ്രദ്ധിക്കുക. ഉടനെ കറി വെക്കുന്നില്ലെങ്കിൽ കഴുകിയ ശേഷം 2-3 മണിക്കൂർ കാറ്റ് കൊള്ളാനായിട്ട് വയ്ക്കുക. വെള്ളം പൂർണ്ണമായി നീങ്ങിയ ശേഷം ഒട്ടും നനവില്ലാത്ത ഒരു പ്ലാസ്റ്റിക് കവറിലാത്താക്കി ഫ്രിഡ്ജിൽ വെക്കുക. ഇലകൾ തനിയെ അടർന്നു കിട്ടും. കറി വയ്ക്കാനായി ഇടത്തരം വലിപ്പമുള്ള 1 മുറി തേങ്ങ ചിരണ്ടിയത്, 4-5 അല്ലി ചുവന്നുള്ളി, 2 പച്ചമുളക് എന്നിവ എടുക്കാം. ഒരു ചോപ്പറിലേക്ക് അടർത്തിയ മുരിങ്ങയില ഇതുപോലെ കുറേശ്ശെയായിട്ട് വെച്ചു കൊടുക്കുക. ഇനി ചോപ്പ് ചെയ്തെടുക്കാം. ഒരുപാട് നൈസായിട്ട് ചോപ്പ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്തെടുത്താൽ മതി. ഇടയ്ക്ക് ഇതുപോലെ തുറന്ന് ആവശ്യമെങ്കിൽ ഒന്ന് ഇളക്കി വയ്ക്കാം. വലിയ ഇലകളുണ്ടെങ്കിൽ അതെല്ലാം മറ്റിലകളോടൊപ്പം ഒരേ വലിപ്പത്തിലാകാനും ഇലയിലെ വലിയ തണ്ടുകൾ നമുക്ക് നീക്കിയെടുക്കാനും ഇലകൾ പെട്ടെന്ന് വെന്ത് ഒരുപോലെ വരാനും ഒക്കെ ഇങ്ങനെ ചോപ്പ് ചെയ്താൽ വളരെ എളുപ്പമാണ്. എടുത്തു വച്ചിരിക്കുന്ന ചുവന്നുള്ളിയും പച്ചമുളകും ഒന്ന് മുറിച്ചതിന് ശേഷം അവസാനമായിട്ട് ചോപ്പറിലേക്ക് ഇടുന്ന മുരിങ്ങയിലയുടെ കൂടെ ഇട്ട് ചോപ്പ് ചെയ്തെടുക്കാം. മുഴുവൻ ഇലകളും ചോപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓണാക്കി ചട്ടി വെച്ച് കൊടുക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. തീ കുറച്ച് വെച്ചിട്ട് കടുകെല്ലാം പൊട്ടി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. 1-2 ചുവന്നുള്ളി അരിഞ്ഞതിട്ട് കൊടുക്കാം. ഉള്ളി ചെറുതായി ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് മുരിങ്ങയില കൂടി ഇട്ട് എണ്ണയും കടുകും എല്ലായിടത്തും ആകുന്ന പോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നടുക്കായി തേങ്ങ ഇടുക. ഇങ്ങനെ ചെയ്താൽ പെട്ടെന്ന് ഒട്ടും അടിക്ക് പിടിക്കത്തില്ല. ഇതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ ഉപ്പ് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ കൂടി ചേർത്ത് തട്ടിപ്പൊത്തി വയ്ക്കുക. അടച്ചു വെച്ച് 5 മിനിറ്റ് നേരം ഏറ്റവും കുറഞ്ഞ തീയിൽ വേവിച്ചെടുക്കുക. ആവശ്യമെങ്കിൽ ഇടയ്ക്ക് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കുക. വേകാനുള്ള സമയമായി. ഇനി തുറന്ന് നന്നായിട്ട് എല്ലാം കൂടി ചേർത്തൊന്ന് ഇളക്കി തോർത്തിയെടുക്കാം. ഉപ്പ് നോക്കി ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഉപ്പ് പാകത്തിനുണ്ട്, ഇനി ചേർത്ത് കൊടുക്കേണ്ടതില്ല. രുചികരമായ മുരിങ്ങയില തോരൻ തയ്യാറായിട്ടുണ്ട്. തീ ഓഫ് ചെയ്യുക. എന്നിട്ട് ചൂടോടെ വിളമ്പുക.
അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും വരാം. താങ്ക്